തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വരാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതാണല്ലോ ഇന്നത്തെ വിഷയം. സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ, സ്വർഗത്തിലൊരു പ്രതിഫലമുണ്ട് എന്നുള്ള വസ്തുത ഈ വിഷയത്തിൽ തന്നെ അന്തർലീനമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയാതെ തന്നെ അറിയാമല്ലോ. എന്നാൽ സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. കാരണം നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും അതുപോലെ കുഞ്ഞാടിൻ്റെയും ദാനം എന്നാണ് നമ്മൾ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ ദാനം എന്ന് നമ്മൾ വായിക്കുന്നു. എന്ന് മാത്രമല്ല, വല്ലതും പ്രവർത്തിക്കാനായിട്ട് നമ്മൾ അശക്തരാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. എന്തെങ്കിലും നമ്മൾ നന്മ പ്രവർത്തിക്കണം, അതിനും ദൈവത്തിന്റെ സഹായം വേണം, കൃപ വേണം എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ ആർക്കാണ് പ്രതിഫലം കിട്ടുക എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എല്ലാവർക്കും ഒരേ പ്രതിഫലമായിരിക്കുമോ, അതോ പ്രതിഫലം കൊടുക്കുമ്പോൾ ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറവും, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ഈ പ്രതിഫലം കൊടുക്കുന്നതിന്റെ മാനദണ്ഡം എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. എല്ലാവർക്കും ലഭിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. എപ്പോഴായിരിക്കും ഈ പ്രതിഫലം കിട്ടുക എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഈ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിരിക്കുന്ന പ്രിയ സഹോദരൻ പ്രമോദ് ഫിലിപ്പ് ചെറിയാനാണെന്ന് ഞാൻ പറയട്ടെ. വിഷയം അവതരിപ്പിക്കുന്നതിനായിട്ട് പ്രിയ പ്രമോദ് സാറിനെ ക്ഷണിക്കുന്നു. പ്രമോദ് സാറെ, നമ്മുടെ വിഷയം എല്ലാവർക്കും അറിയാമല്ലോ, സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ എങ്ങനെയായിരിക്കും. സ്റ്റീഫൻ സഹോദരൻ തുടങ്ങാൻ നേരെ പറഞ്ഞു, അതിൽ തന്നെ അന്തർലീനമായ കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട് വിഷയത്തിൽ. അത് ശരിയാണ്. ആ ചോദ്യം ഒരു ചോദ്യം ആണല്ലോ, സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ എങ്ങനെയായിരിക്കും. ആ ചോദ്യത്തിൽ കുറെ കാര്യങ്ങൾ, കുറെ അസംഷൻസ് അതിനകത്തുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിലെ ചില അസംഷൻസ് നമ്മൾ ഒന്ന് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ 5 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ചോദ്യങ്ങൾ വായിക്കാം. ഒന്ന്, ദൈവത്തിന്റെ പരിപാടിയിൽ വിശ്വാസികൾക്ക് പ്രതിഫലമുണ്ടോ എന്നുള്ള ഒരു വിഷയം, ഒരു ചോദ്യം. കാരണം ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ നമ്മുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനായിട്ടില്ല. അങ്ങനെ ചോദിക്കുന്നതിന്റെ കാരണം സ്റ്റീഫൻ സോറിന് സൂചിപ്പിച്ചതുപോലെ ചിലരെങ്കിലും അങ്ങനെ ഇല്ല എന്ന് കരുതുന്നവരുണ്ട്. അതായത് ഒരുപക്ഷെ രക്ഷിക്കപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും ഒരേ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന മട്ടിൽ കാണുന്നവരുണ്ട്. അപ്പോ പ്രത്യേകിച്ച് വ്യത്യാസമില്ല എന്നുള്ള നിലയിൽ, അപ്പോൾ അത് പ്രത്യേകിച്ച് പ്രതിഫലമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന നിലയിൽ കാണുന്നവരുണ്ട്. രണ്ടാമതായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം, എല്ലാ വിശ്വാസികൾക്കും ഒരേ പ്രതിഫലമാണോ ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ എല്ലാവർക്കും കിട്ടുന്ന രക്ഷയാണ് പ്രതിഫലമെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒന്ന് തന്നെയാണെന്ന് ഒരു പക്ഷേ കാണാനായിട്ട് കഴിയും. പക്ഷെ അങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. മൂന്നാമതായിട്ട്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം പ്രതിഫലങ്ങൾ നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. നാലാമതായിട്ട്, ദൈവം എപ്പോഴാണ് പ്രതിഫലം നൽകുന്നത്, അതോടൊപ്പം തന്നെ എവിടെ വെച്ചാണ് പ്രതിഫലങ്ങൾ നൽകുന്നത്. ഈ 2 കാര്യങ്ങൾ ഒരു ചോദ്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അതിന്റെ ഉത്തരം നമ്മൾ വാക്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇത് ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ്. എപ്പോഴാണ് എവിടെ വെച്ചാണെന്നുള്ളത് ഒരുമിച്ച് പോകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു ചോദ്യമായിട്ട്, 4ാമത്തെ ചോദ്യമായിട്ട് ചോദിക്കാം. ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മുടെ തലക്കെട്ടുമായിട്ട് നോക്കിയാൽ. കാരണം സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അതിൽ അന്തർലീനമായി സ്വർഗത്തിലാണ് പ്രതിഫലങ്ങൾ എന്നുള്ള ഒരു ചിന്ത അതിനകത്ത് ഒരുപക്ഷെ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അതിന്റെ അർത്ഥം, ആ ഒരു യൂസേജിന്റെ അർത്ഥം നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. 5ാമതായി നമുക്കൊരു ചോദ്യം ചോദിക്കാം. അതാണ് ഈ നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഒരുപക്ഷെ നമുക്ക് എടുക്കേണ്ടത്. അതാണ്, എന്ത് തരത്തിലുള്ള പ്രതിഫലങ്ങൾ, എങ്ങനെയായിരിക്കും പ്രതിഫലം എന്നല്ലേ ചോദ്യം. എന്ത് തരത്തിലൊക്കെ ആയിരിക്കും ദൈവം തരുന്നത്, പ്രതിഫലങ്ങളുടെ ഒരു സ്വഭാവം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപക്ഷെ കൂടുതലായിട്ട് ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം എന്നൊക്കെ ഞാൻ കരുതുന്നു. കർത്താവിൽ ആശ്രയിക്കുന്ന 5 കാര്യങ്ങളും കൂടെ പറഞ്ഞു തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ സമയത്തിന്റെ പരിമിതി മൂലം അതൊക്കെ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അതിന് മുഖവരിയായിട്ട് ആദ്യം പറഞ്ഞു കൊള്ളട്ടെ. ഈ കാര്യങ്ങളെല്ലാം തന്നെ
ഇതിന്റെ പരിപൂർണമായ ഒരു ഉത്തരവൊക്കെ ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ പണ്ട് ഒരിക്കൽ നമ്മുടെ ഡയലോഗ് ലോഗോസിന്റെ ഭാഗമായിട്ട് എടുത്ത ഒരു വിഷയത്തിൽ ഭാവികാല സംഭവങ്ങൾ, അഭിപ്രായ ഐക്യമുള്ള കാര്യങ്ങളും തർക്കമുള്ള കാര്യങ്ങളും എന്ന ക്ലാസ്സിൽ തർക്കമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് പറയുന്ന കാര്യങ്ങളിലും അതുപോലെ തന്നെ വളരെ തർക്കങ്ങൾ നിലനിൽക്കുന്ന മേഖലകൾ ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെയുള്ള മേഖലകളാണ് സഹോദരന്മാർ എനിക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളിലും തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന വാദഗതികളും വാക്യങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരല്പമായിട്ട് വ്യത്യാസമൊക്കെ വന്നെന്നിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിലും അതെനിക്ക് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലും എനിക്ക് അത് നമ്മുടെ സഹോദരന്മാരൊക്കെ കേൾക്കുന്നുണ്ട്, അവരോടെല്ലാം എനിക്കൊരു ഒരു അപേക്ഷയുണ്ട്. ഇന്ന് പറയുന്ന വാക്യങ്ങളുടെ വാദഗതികളുടെയും വെളിച്ചത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ ഈ പറഞ്ഞ വാക്യങ്ങളെയും വാദഗതികളെയും എങ്ങനെ നമുക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വാദഗതികളെ എന്ന് നിങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഒന്ന് പറഞ്ഞു തരണം എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും വ്യക്തിപരമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, കാരണം അത് ഞാനും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്, ഞാനും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ശരി, അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നു. നമുക്ക് ഇന്ന് ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് അങ്ങനെ ഒരു പ്രതിഫലം ഒരു സാധനം ദൈവത്തിന്റെ പരിപാടിയിലുണ്ടോ എന്നുള്ളത്. പ്രതിഫലം എന്നുള്ള ഒരു ദൈവത്തിന്റെ പരിപാടിയിൽ വിശ്വാസികളുടെ പ്രതിഫലമുണ്ടോ? ഇതൊരു വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ബൈബിളിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് തന്നെ ഇതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് അങ്ങ് വായിച്ചങ്ങ് പോകുന്നേ ഉള്ളൂ, ഒരുപാട് സമയം ഇതിനകത്ത് കളയേണ്ട ആവശ്യമില്ല. മത്തായി സുവിശേഷം, അതിൽ നിന്ന് കുറെ വാക്യങ്ങൾ അങ്ങ് വായിക്കാം. അത് വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് തന്നെ ഉണ്ട്. 5:11-12 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 5:11-12 വാക്യങ്ങൾ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങൾക്ക് മുമ്പേ ഉള്ള പ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ നാമം നിമിത്തം ഉപദ്രവമേൽക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം എന്ന ഉപവാക്യം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് വഴിയെ ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് പ്രതിഫലം ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ഈ ഭാഗത്തിൽ മനസ്സിലാവുന്നത്. 5:46 വാക്യത്തിൽ ഇങ്ങനെയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? ദൈവം കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്താ പ്രതിഫലം എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ അല്ലാതെ സ്നേഹിക്കാത്തവരെ പോലും ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ആളുകൾക്ക് ചില പ്രതിഫലമുണ്ട് എന്നുള്ളൊരു ധ്വനിയാണല്ലോ അതിനകത്തുള്ളത്. മത്തായി 6:1 മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. അപ്പോൾ പ്രതിഫലം ഇല്ലാതെ വരുന്ന ഒരു കണ്ടീഷനാണ് അവിടെ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരെ കാണിക്കുന്നതിന് വേണ്ടി മനുഷ്യരിൽ നിന്നൊക്കെ പ്രതിഫലം കിട്ടുന്ന നിലയിൽ ചെയ്തു കഴിഞ്ഞാൽ പിതാവിന്റെ പക്കൽ ഇല്ല എന്ന് പറയുമ്പോഴും അങ്ങനെ അല്ലെങ്കിൽ പ്രതിഫലമുണ്ട് എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം. 6:3-4 വാക്യങ്ങളിൽ അത് സമാനമായിട്ടുള്ള ആശയങ്ങളാണ്. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അവിടെയും പറഞ്ഞിരിക്കുന്ന പ്രതിഫലം തരും. രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവുണ്ട്, ആ പിതാവ് സർവസ്വനായ പിതാവ്, ആ പിതാവ് നിനക്ക് പ്രതിഫലം തരും. 6:6 അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. 6:17-18 ഉപവസിക്കുന്നത് അങ്ങനെയാണ്, മനുഷ്യർക്കുള്ള കണ്ടതിന് ചെയ്യരുത്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇതേ ആശയം പല സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. 10:42 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു ഊന്നി പറഞ്ഞ സത്യമാണ്. പ്രതിഫലങ്ങൾ ഉണ്ട് എന്നുള്ളത്.
അപ്പൊ പിന്നെ പ്രതിഫലങ്ങൾ ഇല്ല എന്ന് നമ്മൾ പറയുന്നത് ഒരു ഭോഷത്വമല്ല. പ്രതിഫലങ്ങൾ നൽകുന്നത് ദൈവത്തിന്റെ ഒരു സ്വഭാവം തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. വളരെ ഒരു നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു വാക്യമാണ് എബ്രായ ലേഖനത്തിൽ 11:6. എബ്രായ ലേഖനം 11:6. അവിടെ ഇങ്ങനെയാണ്: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇപ്പൊ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് അവിടെ വിശ്വസിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ദൈവമുണ്ട് എന്ന്, അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താണ്? തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു ദൈവം. ഇതും വിശ്വസിക്കണം, എന്നാലാണ് ദൈവത്തിന് പ്രസാദം ലഭിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വിഷയം ചെറിയ വിഷയമല്ല. നിങ്ങളിത് ശരിയായി മനസ്സിലാക്കിയാൽ മാത്രമേ ദൈവപ്രസാദം ലഭിക്കുകയുള്ളൂ. ദൈവം നിങ്ങൾക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, എനിക്ക്, നിങ്ങൾക്ക്, നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പ്രതിഫലം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഈ വാക്യത്തിനും നമ്മൾ വായിച്ച എല്ലാ വാക്യങ്ങൾക്കും ഇനി ഒരുപാട് വാക്യങ്ങളുണ്ട്, അതിനൊക്കെ എതിരാണെന്ന് മാത്രമല്ല, ദൈവത്തിന്, സത്യദൈവത്തെ തന്നെ അങ്ങോട്ട് മനസ്സിലാകാത്ത ഒരാളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. ഒരുപാട് വാക്യങ്ങളുണ്ട്, നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഇതൊരു എളുപ്പമുള്ള ഉത്തരമായതുകൊണ്ട് അതിലേക്ക് അധികം പോകുന്നില്ല. ഈ പ്രതിഫലങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതിഫലം തരാതെ വിടുന്ന ഒരു ദൈവമല്ല ദൈവം എന്നാണ് നമ്മൾ ബൈബിൾ ഉടനീളം കാണുന്നത്. ഏറ്റവും ആശ്ചര്യകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, കർത്താവായ യേശു ക്രിസ്തുവിന് പോലും പ്രതിഫലം ലഭിച്ചു എന്നുള്ളതാണ്. ദൈവം പ്രതിഫലം നൽകി എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ താൻ ചെയ്ത ചില കാര്യങ്ങളും ദൈവം ചെയ്ത ചില കാര്യങ്ങളും നമുക്ക് മാതൃകയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ മനസ്സ് ഉള്ളവരായിരിക്കും നമ്മൾ അനുകരിക്കുന്നതിന് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് അതിന്റെ 6 തൊട്ട് 8 വരെ വായിക്കാം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 6 തൊട്ട് 8 വരെ യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. 9-ാം വാക്യത്തിൽ ദൈവം ചെയ്ത ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. ഈ 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു ചെയ്ത, ദൈവത്തിന് വേണ്ടി ചെയ്ത, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തന്നെ ചെയ്ത വലിയ ത്യാഗങ്ങളുടെയും കഷ്ടതകളുടെയും ഒക്കെ ഒരു സമ്മറിയാണ്, അല്ലെ, ഒരു ചുരുക്കമായിട്ടാണ് ചുരുക്കി പറഞ്ഞിരിക്കുക. 9-ാം വാക്യത്തിൽ ദൈവം മറ്റു ചില കാര്യങ്ങൾ ചെയ്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ വേദഭാഗത്തിന്റെ വാദഗതി വെളിവാക്കുന്ന ഏറ്റവും നിർണായകരമായ വാക്ക് എന്താണെന്ന് അറിയാം. 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. 9-ന്റെ ആദ്യത്തെ വാക്ക്, 9-ാം വാക്യത്തിന്റെ ആദ്യത്തെ അതുകൊണ്ട് therefore എന്ന് ഇംഗ്ലീഷ്. എന്തുകൊണ്ട്? അതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു ദൈവത്തിനായി എടുത്ത തീരുമാനങ്ങൾ കൊണ്ട്, തന്റെ ത്യാഗങ്ങൾ കൊണ്ട്, ദൈവത്തിനായി താൻ അനുഭവിച്ച നഷ്ടങ്ങൾ കൊണ്ട്, അതുകൊണ്ട് ദൈവം പകരമായി, പ്രതിഫലമായി എന്ത് ചെയ്തു? അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി എന്ന് പറഞ്ഞ് താഴോട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും, അങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ഒരു വാദഗതി എന്താണ്? വാദഗതി ഇതാണ്: ദൈവത്തിന് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇതൊക്കെ ചെയ്തു. ആ മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിന് പകരം ദൈവം എന്ത് ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അതിന്റെ കാരണം, അവനെ ഏറ്റവും ഉയർത്താനുള്ള കാരണം നമ്മൾ ചിന്തിച്ചാൽ, ഈ ലോകത്തിലെ മനുഷ്യരെ മുഴുവൻ എടുത്താൽ, എല്ലാ മനുഷ്യരെയും നോക്കിയാൽ, ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങളും കഷ്ടതകളും എല്ലാം നോക്കിയാൽ, അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് യേശു ക്രിസ്തു. നമുക്ക് ചിന്തിക്കാവുന്നതിന്റെ അപ്പുറമാണ്. അതാണ് ആദ്യത്തെ വാക്യങ്ങളിൽ, 6 തൊട്ടുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടെന്നുള്ള വാക്കാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വാക്ക്. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി.
ഏറ്റവും ഉയർന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കുറെ വാക്യങ്ങളുണ്ടല്ലോ, നമ്മൾ ആദ്യം കുറെ വാക്യങ്ങൾ കണ്ടു. ബൈബിൾ ഉടനീളം പ്രതിഫലങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. നിങ്ങൾ ചെയ്തതിന് പകരമായി ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നു, പ്രതിഫലമായി ചെയ്യുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വേറെയും കുറെ വാക്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ദൈവത്തിന്റെ പരിപാടിയിൽ വിശ്വാസികൾക്ക് പ്രതിഫലം ഉണ്ടോ എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഉത്തരം വളരെ വളരെ വ്യക്തമാണ്. പ്രതിഫലം ഉണ്ട് എന്ന് മാത്രമല്ല, പ്രതിഫലം തരുന്ന ദൈവമാണ് നിങ്ങൾ വിശ്വസിക്കുകയും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലേ ദൈവപ്രസാദം ലഭിക്കുകയുള്ളൂ. അപ്പൊ ദൈവത്തെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കും. രണ്ടാമത്തെ ചോദ്യം, എല്ലാ വിശ്വാസികൾക്കും ഒരേ പ്രതിഫലമാണോ ലഭിക്കുന്നത്? ഇതൊരു അല്പം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കാരണം ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരേ പ്രതിഫലം തന്നെയാണെന്ന് തോന്നുന്ന വാക്യങ്ങൾ ഉണ്ട്. ഒരുപക്ഷെ അതിന് ഏറ്റവും നല്ലതായിട്ട് തോന്നാവുന്ന ഒരു വാക്യം, ചില വാക്യങ്ങൾ വായിച്ച രക്ഷ തന്നെ ഒരു പ്രതിഫലമായി ദൈവമക്കൾക്ക് നൽകുന്നതായിട്ട് ഉള്ള ചില വാക്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ദൈവമക്കൾക്കും നിത്യജീവൻ, എല്ലാ ദൈവമക്കൾക്കും രക്ഷ തന്നെ ദൈവം ഒരു പ്രതിഫലമായി നൽകുന്നു എന്ന് പറയുന്ന ചില വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപക്ഷെ ചിന്തിക്കാനായിട്ട് വഴിയുണ്ട്. എന്നാൽ അത് മാത്രം എടുത്താൽ പോരാ, ബാക്കിയുള്ള വാക്യങ്ങൾ നോക്കണം. വ്യത്യസ്തമായി പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ ഉണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന, എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന, വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കുറെ വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ചില വാക്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. മത്തായി 5:19 സ്വർഗരാജ്യത്തിൽ, ദൈവത്തിന്റെ രാജ്യത്തിൽ വരുവാനുള്ള രാജ്യത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചപ്പോൾ അവിടെ ഒരു വ്യത്യാസങ്ങളൊക്കെ ആളുകൾ തമ്മിൽ ഉണ്ട് എന്ന് അവിടെ കാണുന്നുണ്ട്. അവിടെ 5:19 ഇങ്ങനെയാണ്: ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അവിടെ കാണുന്നത് എന്താണ്? സ്വർഗരാജ്യത്തിൽ കർത്താവ് വന്ന് സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് വളരെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ആളുകളുടെ ഇടയിൽ ഉണ്ട് എന്നാണ് അവിടെ കാണുന്നത്. ചെറിയവനും വലിയവനും ഒക്കെ അവിടെയുമുണ്ട്. മത്തായി 10:41-42 വാക്യങ്ങൾ നോക്കിയാലും അവിടെ ദൈവം പ്രതിഫലം നൽകുന്നത് എല്ലാവർക്കും ഒരുപോലെ നൽകുന്നതായിട്ടല്ല കാണുന്നത്. അവിടെ കാണുന്നത് പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തൻ ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഈ 42 പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രതിഫലം ദൈവം തരും എന്നാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പ്രതിഫലം തരുമെന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ നമ്മൾ മുഴുവൻ നോക്കുമ്പോൾ പ്രവാചകന്റെ പ്രതിഫലമൊന്നും നീതിമാന്റെ പ്രതിഫലമൊന്നും വെള്ളം കുടിച്ചവന് പോലും പ്രതിഫലം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യത്യാസമുള്ളതായിട്ടാണ് അവിടെ തോന്നുന്നത്. അതുപോലെ തന്നെ പല വാക്യങ്ങളിലും ചെറിയവനും വലിയവനുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ കർത്താവ് തന്നെ പറഞ്ഞത് തന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞൊരു വാക്യത്തിൽ മത്തായി 16:27 നിന്ന് അവിടെ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. പകരം നൽകുന്ന ഒരു കർത്താവിനെയാണ് അവിടെ കാണുന്നത്. അത് ഏത് ക്രൈറ്റീരിയയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. അപ്പൊ ഈ പ്രവൃത്തി എല്ലാം ഒന്ന് തന്നെ അല്ലാത്തത് കൊണ്ട്, അത് നമുക്കറിയാലോ, പ്രവൃത്തി എല്ലാം ഒന്ന് തന്നെ അല്ല. അതുകൊണ്ട് പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുമ്പോൾ വ്യത്യാസം അങ്ങനെ ഉണ്ടാകാനേ പറ്റുകയുള്ളൂ, അങ്ങനെ സാധിക്കുകയുള്ളൂ. അതേ ആശയം തന്നെയാണ് നമ്മൾ 2 കൊരിന്ത്യർ 5:10 കാണുന്നത്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. അവിടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യത്യാസം വളരെ വ്യക്തമായിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ശരി, അങ്ങനെ പല വാക്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഒരുപക്ഷെ അധികം പ്രതിഫലം ഒന്നും കിട്ടാതെ പോകുമെന്നും സൂചിപ്പിക്കുന്ന വാക്യങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 3:12-15 വരെയൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണല്ലേ, അടിസ്ഥാനത്തിന്മേൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഇങ്ങനെയൊക്കെ മരം, പുല്ല്, വൈക്കോൽ ഇതൊക്കെ വെച്ച് പണിയുന്നതിനെ കുറിച്ച് നമുക്കറിയാം. തീയോടുകൂടെ ശോധന ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നതെന്ന് ചോദിക്കുന്നു. അവിടെ അവസാനം പറയുന്നുണ്ട്, വെന്ത് പോകുന്നെങ്കിൽ 15-ാം വാക്യത്തിൽ ഒരുത്തന്റെ പ്രവൃത്തി വെന്ത് പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. അപ്പൊ തന്റെ പ്രവൃത്തി എല്ലാം വെന്തുപോയി, എന്നാൽ താൻ രക്ഷിക്കപ്പെട്ട് വരുന്നു എന്നുള്ള അർത്ഥം അവിടെ കാണുന്നുണ്ട്. അപ്പം
പ്രതിഫലം കൊടുക്കുവാൻ, പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാനായിട്ട് ഒന്നും ഇല്ല എന്നുള്ള ഒരു ആശയം അവിടെ കാണുന്നു. 2 യോഹന്നാൻ 1:8 ഇങ്ങനൊരു യൂസേജ് ഉണ്ട്: ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടത്. പൂർണ്ണ പ്രതിഫലം എന്നുള്ള ഒരു ആശയം അവിടെ ഉണ്ട്. പ്രാപിക്കേണ്ടതിനെ സൂക്ഷിച്ചുകൊള്ളു. സ്ട്രൈവിംഗ് ടു ഗെറ്റ് എ ഫുൾ റിവാർഡ്. സ്ട്രൈവ് ടു ഗെറ്റ് എ ഫുൾ റിവാർഡ്. അപ്പൊ ഫുൾ റിവാർഡ് എന്ന് പറയുന്ന ഒരു ആശയം ബൈബിൾ കാണുന്നുണ്ട്. അത് ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണത, പ്രതിഫലങ്ങളുടെ ഒരു പൂർണ്ണത, അത് കിട്ടുവാനായിട്ട് ശ്രമിക്കുക എന്നവിടെ പറയുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമായി ഇതിലും വളരെ വ്യക്തമാണ്. എല്ലാ വിശ്വാസികൾക്കും ഒരേ പ്രതിഫലമാണോ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് വേണം കരുതുക. നമ്മൾ ഈ കണ്ട വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളിൽ എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ ലഭിക്കുന്നുണ്ട് എന്ന് വന്നാൽ തന്നെയും പ്രതിഫലം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ നമുക്ക് ചോദ്യം എങ്ങനെ ചോദിക്കാം: എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം പ്രതിഫലം നൽകുന്നത്? ഇതൊരു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള, തിയോളജിയന്മാരൊക്കെ കുറെ എഴുതിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഒരർത്ഥത്തിൽ ദൈവത്തിന് നമ്മൾക്ക് ആർക്കും പ്രതിഫലം തരാൻ കടപ്പാടില്ല. കാരണം നമ്മൾ ഒന്നും അർഹിക്കുന്നില്ല. നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. ദൈവത്തിൽ നിന്നൊന്നും ശിക്ഷയല്ലാതെ വേറെ ഒന്നും പ്രാപിക്കുവാൻ അർഹതയില്ലാത്തവരായിരുന്നു. അപ്പോൾ പ്രതിഫലത്തിന്റെ കാര്യമൊന്നും ചിന്തിക്കാനുള്ള യോഗ്യത നമുക്ക് ഇല്ല. അതൊരു സത്യമാണ്. എന്നിരുന്നാൽ തന്നെയും മറ്റു ചില അർത്ഥത്തിൽ, എന്ന് വെച്ചാൽ കർത്താവ് നമ്മളെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കർത്താവ് തരുന്ന കൃപ ഉപയോഗിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതിനെ ദൈവം വിലയിരുത്തി പ്രതിഫലം നൽകുന്നതായിട്ട് നമ്മൾ ഈ മുമ്പ് കണ്ട വാക്യങ്ങളിലും മറ്റും ഒക്കെ വായിക്കുന്നുണ്ട്. അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ, അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ദേവദാസൻ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം: ദ മെറിറ്റ്സ് ഓഫ് മാൻ ആർ ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് ഡസ് നോട്ട് ക്രൗൺ യുവർ മെറിറ്റ്സ് ആസ് യുവർ മെറിറ്റ്സ് ബട്ട് ആസ് ഹിസ് ഗിഫ്റ്റ്സ്. അതായത് എന്താണ് എന്റെ കറക്റ്റ്, ഞാൻ മലയാളത്തിലാക്കി നോക്കിയില്ല. ഏകദേശം അർത്ഥം ഇതാണ്: നിങ്ങളുടെ പ്രവൃത്തികളുടെ മേന്മ അത് ദൈവത്തിന്റെ ദാനമാണ്. അത് നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ പ്രവൃത്തിയുടെ മേന്മയായിട്ടല്ല നിങ്ങൾക്ക് കിരീടധാരണം ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ ദാനമായിട്ടാണ് കിരീടധാരണം ചെയ്യുന്നത്. ഇതിനോട് എനിക്ക് അത്ര ഒരു പൂർണ്ണ യോജിപ്പ് തോന്നിയില്ല. ഇതിലൊരു വശം ശരിയാണ്. കാരണം ദൈവം കൃപയാലാണ് നമ്മൾക്ക് രക്ഷ നൽകുന്നതും നമ്മൾക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള സ്വഭാവ സവിശേഷതകൾക്ക് തരുന്നതും ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താലാണ്. എന്നാൽ നമ്മൾ ഇനിയും വായിക്കാൻ പോകുന്ന കുറെ വാക്യങ്ങൾ നോക്കുമ്പോൾ പ്രതിഫലം നൽകുമ്പോൾ അത് പ്രതിഫലം ഒരു ഗിഫ്റ്റ് എന്നുള്ളതിലുപരിയായിട്ട് ദൈവത്തിന് വേറെ ചില ക്രൈറ്റീരിയാസ് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പൊ ഗിഫ്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും കുറെ ഗിഫ്റ്റ് അങ്ങ് ചുമ്മാ കൊടുത്താൽ പോരെ. അങ്ങനെയല്ല നമ്മൾ പ്രതിഫലത്തെ കുറിച്ച് കാണുന്നത്. നമ്മൾ വായിച്ച വാക്യങ്ങളിലും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം എന്നാണല്ലോ നമ്മൾ കണ്ടത്. അപ്പൊ വെറും ഒരു ഗിഫ്റ്റ് എന്ന നിലയിൽ നമ്മൾ കാണുന്നത് അത്ര കറക്റ്റ് ആയി അല്ല എന്ന് ഞാൻ വിചാരിക്കും. നമുക്ക് അതിന് എന്ത് ക്രൈറ്റീരിയ, എന്ത് മാനദണ്ഡത്തിലാണ് ദൈവം നൽകുന്നതെന്ന് ചിന്തിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വാക്യമായിട്ട് എനിക്ക് തോന്നിയത് എബ്രായ ലേഖനം 6:10 വാക്യമാണ്. എബ്രായ ലേഖനം 6:10 ഇങ്ങനെയാണ്: ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവൻ അല്ല. അവിടെ കാണുന്നത്, അവിടെ നമുക്കറിയാം അതിന്റെ പശ്ചാത്തലം, അവരെ കുറിച്ച് അവരുടെ വാർണിംഗ് പാസേജ് ആണ്. അവർക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ പറഞ്ഞിട്ട് അതിന് ഒരു കൗണ്ടറായിട്ട്, അതിനെതിരായിട്ടൊരു വാക്യമാണ് ഇത്. പറഞ്ഞിരിക്കുകയാണ്: ദൈവത്തിന് പക്ഷെ അങ്ങനെ നിങ്ങളോട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല, നിങ്ങളെ നശിപ്പിച്ചു കളയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങൾ വിശുദ്ധന്മാരെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നതിനാലും ഇപ്പോൾ പ്രസന്റ് ആയിട്ട് അവരുടെ പ്രസന്റ് ടെൻസിൽ തന്റെ നാമത്തോട് നിങ്ങൾ കാണിച്ച സ്നേഹവും മറന്നു കളവാൻ കഴിയില്ല ദൈവത്തിന്. അതിന് ദൈവത്തിലുള്ള ഒരു സ്വഭാവം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ദൈവത്തിന് ഇത് മറന്നു കളയാൻ കഴിയില്ല? അതിന്റെ കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം അനീതി ഉള്ളവനല്ല എന്നുള്ളതാണ്. അനീതി ഉള്ളവനാണ്, അതായത് തിരിച്ചു പറഞ്ഞാൽ നീതിമാനായ ദൈവമാണ്. അവൻ നീതിമാനായതുകൊണ്ട് അവന്റെ നീതിയാണ് അവനെ ഈ കാര്യം തിരിച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയാതിരിക്കുവാൻ, നിങ്ങൾക്ക് പ്രത്യുപകാരം നൽകുവാൻ,
നിങ്ങൾക്ക് പ്രതിഫലങ്ങൾ നൽകുവാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത് ഒരു സ്വഭാവമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ നീതിയാണ്. ജോൺ കാൽവിനൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അഗസ്റ്റിൻ പറഞ്ഞുമായിട്ട് സമാനമായിട്ടൊക്കെയാണ് കാൽവിനും പറഞ്ഞിരിക്കുന്നത്. അതിൽ വലിയൊരു സത്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു ആസ്പെക്ട്, നീതി എന്നൊരു ആസ്പെക്റ്റും കൂടെ ദൈവം ഉപയോഗിച്ചുകൊണ്ടാണ് കൃപയാൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് ദൈവം പ്രതിഫലങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ദൈവത്തെ നയിക്കുന്നത് തന്റെ തന്നെ സ്വഭാവമായിട്ടുള്ള ഒരു നീതി ബോധം ആണ്. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ, എബ്രായർ 6:10 വായിക്കുമ്പോൾ, ദൈവം അവരെ നോക്കിയിട്ട് എന്റെ കൃപയാൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയും എന്റെ കൃപയാൽ നിങ്ങൾ വിശുദ്ധരെ ശുശ്രൂഷിച്ചു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദാനമായിട്ട് നിങ്ങൾക്ക് പ്രതിഫലം തരും എന്നല്ലല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല. ദൈവം കൃപ തന്നു എന്നുള്ളതാരും എതിർക്കുന്നില്ലെങ്കിലും അവരുടെ പ്രവൃത്തിയെ അവരുടെ തന്നെ പ്രവൃത്തിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചു, നിങ്ങൾ ഇപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിന് സ്നേഹം കാണിക്കുന്നു, അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ദൈവം അതിനെ മാനിച്ചുകൊണ്ട് അവരുടെ തന്നെ പ്രവൃത്തിയായിട്ട് കണ്ടുകൊണ്ട് നീതിയായിട്ട് ദൈവം അവർക്ക് പ്രതിഫലങ്ങൾ നൽകുകയാണ്. സമാനമായിട്ടുള്ള അനേക വാക്യങ്ങൾ ഉണ്ട്. റോമാലേഖനം 2:6 അവൻ ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യുന്ന നീതിമാനായ ദൈവം, അതിലാണ് പ്രതിഫലവും ഇരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന കാലത്ത് എഴുതിയ 2 തിമോത്തിയോസ് 4:8 അധ്യായത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ 2 തിമോത്തിയോസ് 4:8 തന്റെ പ്രത്യാശയെ കുറിച്ച് താൻ പറഞ്ഞപ്പോൾ അവസാനം ഇങ്ങനെ എഴുതി, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് ആര് തരുന്നതാണ്? അത് ദൈവത്തിന്റെ കൃപയാൽ തരും എന്നല്ല അവിടെ പറഞ്ഞത്, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. അപ്പൊ എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് പ്രതിഫലം നൽകുവാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൃപ മാത്രമല്ല. ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ചെയ്ത പ്രവൃത്തികളെ വിലയിരുത്തി ദൈവത്തിന്റെ നീതിബോധമാണ് ദൈവത്തിന് ഈ പ്രതിഫലങ്ങൾ വ്യത്യാസപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം 6:7-9 വരെയുള്ള വാക്യങ്ങൾ, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയാൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. അപ്പോ അവിടെയും കാണുന്ന ദൈവത്തിന്റെ നീതിബോധമാണ്. നമ്മൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, തക്ക സമയത്ത് നമ്മൾ അത് കൊയ്യും. ദൈവം നീതിമാനായ ആയതുകൊണ്ട് ഒരുപാട് വാക്യങ്ങളുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ഇങ്ങനെ പറയാം സർപ്ലസ് ഗുഡ്നസ്, ദൈവത്തിന്റെ ഗുഡ്നസ്, നന്മയുടെ അതിപ്രസരവും ഒക്കെയാണ് ദൈവത്തിന് നമ്മളെ ദൈവമക്കളാക്കി തീർക്കുന്നത് എന്ന് വരികിലും ദൈവത്തിന്റെ ഒരു നീതിബോധവും ദൈവത്തെ നയിക്കുന്നു പ്രതിഫലം നൽകുവാനായിട്ട്. മനുഷ്യനിലെ എന്ത് ഗുണമാണ് ദൈവം നോക്കിയിട്ടാണ് നൽകുന്നത്? നമ്മൾ കണ്ട വാക്യങ്ങളിൽ പലതും കണ്ടു. അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം, അപ്പൊ തന്റെ പ്രവൃത്തിയെ വിലയിരുത്തിക്കൊണ്ടാണ്, മനുഷ്യന്റെ പ്രവൃത്തിയെ വിലയിരുത്തിക്കൊണ്ടാണ് ദൈവം പ്രതിഫലങ്ങൾ നൽകുന്നത്. റോമാലേഖനം 2:6 നമ്മൾ കണ്ടു, കൊരിന്ത്യ ലേഖനത്തിൽ കണ്ടു. കൊരിന്ത്യ ലേഖനത്തിൽ വേറെ ഒരു വാക്യം കൂടെ ഉണ്ട്. 1 കൊരിന്ത്യർ 3:8 ദൈവവേല ചെയ്യുന്നവരെ കുറിച്ച് പറയുമ്പോൾ, നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഒത്തവണ്ണമുള്ള കൂലിയാണ് ദൈവം കൊടുക്കുന്നത്. അപ്പൊ അധ്വാനത്തിന് ഒത്തവണ്ണം എന്നുള്ള ആശയം അവിടെ ഉണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ആശയമാണ് മനുഷ്യനിലുള്ള എന്ത് ഗുണമാണ് ദൈവത്തെ പ്രതിഫലം നൽകുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതുപോലെ ഒരു കാര്യമാണ് വിശ്വസ്തത എന്നുള്ളത്, ഫെയ്ത്ത്ഫുൾനെസ്. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ ടാലൻസിന്റെ ഉപമ, അതിനെന്താ പറയുന്നത്, താലന്തുകളുടെ ഉപമയിൽ കർത്താവ് നമുക്കറിയാവുന്നതാണ്. അവസാന 25 മത്തായി 25:21 വാക്യത്തിൽ അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞാണ് അവൻ ചെയ്തതിന് ഒരു പ്രതിഫലമായിട്ട് അധികത്തിന് വിചാരകനാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മള് മറ്റു വാക്യങ്ങൾ, കർത്താവിന്റെ ഉപമയായിട്ടുള്ള പാരബിൾ ഓഫ് ദ മീനാസ് എന്ന് പറയും, 10 റാത്തൽ കൊടുത്തതിനെ കുറിച്ചൊക്കെ വായിക്കും. അവിടെ എല്ലാം അവിടെ നല്ല ദാസൻ നീ അത്യല്പത്തിൽ വിശ്വസ്തൻ. അതാ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ്.
16-19 വാക്യം. അത്യല്പത്തിൽ വിശ്വസ്തൻ. അപ്പൊ വിശ്വസ്തത എന്നുള്ള ഒരു ക്വാളിറ്റി നോക്കിയിട്ടാണ് ദൈവം പ്രതിഫലങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് തോന്നുന്നു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മനസ്സിലാക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചാൽ, ഒരർത്ഥത്തിൽ നമ്മൾ ആരും പ്രതിഫലം ലഭിക്കുവാൻ യോഗ്യരല്ല എന്നുള്ളത് ശരിയാണ്. കാരണം ശിക്ഷയ്ക്ക് മാത്രം യോഗ്യരായിരുന്നു നമ്മൾ. എന്നാലും ദൈവത്തിന്റെ കരുണയാൽ നമ്മളെ ദൈവസ്വരൂപമാക്കിക്കൊണ്ട് ഉള്ള രൂപാന്തരത്തിന്റെ പ്രക്രിയയിൽ ആയതിനാൽ നമ്മൾ കുറെ നന്മ ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നു. ആ നന്മ നമ്മളുടെ തന്നെ നന്മയായി കണ്ടുകൊണ്ട് ദൈവത്തിന്റെ നീതിയിൽ ദൈവം പ്രതിഫലം നൽകുന്നു എന്നാണ് നമ്മൾ പല വാക്യങ്ങളിലും കാണുന്നത്. അത് നമ്മളുടെ പ്രവൃത്തിയെയും നമ്മളുടെ വിശ്വസ്തതയും ഒക്കെ നോക്കിയിട്ടാണ് ദൈവം പ്രതിഫലം നൽകുന്നത്. നാലാമതായിട്ട് നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ദൈവം എപ്പോഴാണ് എവിടെ വെച്ചാണ് പ്രതിഫലങ്ങൾ നൽകുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കാണാവുന്ന ഒരു കാര്യം, പ്രതിഫലം ദൈവം അങ്ങനെ ഒരു സമയത്തല്ല, പല സമയത്തും ഈ ജീവിതത്തിൽ തന്നെ, ഇപ്പോഴുള്ള ജീവിതത്തിൽ തന്നെ നൽകുന്നതായിട്ട് നമ്മൾ കുറെ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ ഒരു സ്വഭാവം തന്നെ ആയതുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിനെ തിരിച്ചു നൽകുക എന്നുള്ളത് ദൈവത്തിന്റെ തന്നെ ഒരു സ്വഭാവമാണ്. ദൈവത്തിന് അല്ലാതെ സാധിക്കുകയില്ല എന്നുള്ള നിലയിലാണ് ദൈവം പെരുമാറുന്നത്. അങ്ങനെ ഒരു സ്വഭാവം ആയതുകൊണ്ട് അത് എപ്പോഴും ചോദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ നമുക്ക് ഉത്തരം പറയാം. ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ദൈവം പ്രതിഫലം നൽകുന്നു എന്ന് ഒരുപക്ഷെ പറയാം. കാരണം ഈ ലോക ജീവിതത്തിൽ തന്നെ ചില പ്രതിഫലങ്ങൾ നൽകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനൊരു ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇയ്യോബ്. ഇയ്യോബിനെ ദൈവം വളരെയധികം പരീക്ഷിച്ചു, കഷ്ടതയിലൂടെ ഒക്കെ നടത്തി. ഇയ്യോബ് വിശ്വാസം കാത്തു. അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഇയ്യോബിന്റെ അന്ത്യം എന്താണ്? മരിക്കുന്നതിന് മുമ്പേ ഈ ലോക ജീവിതത്തിൽ ഇയ്യോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായിട്ട് കൊടുത്തു. അപ്പൊ ഇയ്യോബിന്റെ പ്രതിഫലം എപ്പോ കിട്ടിയും ചോദിച്ചാൽ അതിന്റെ ഒരു ഭാഗം ഈ ഭൂമിയിൽ തന്നെ, ഈ ജീവിതത്തിൽ തന്നെ ദൈവം അത് ഇരട്ടിയാക്കി ഇയ്യോബിന്റെ വിശ്വാസത്തിനും യോബ് അനുഭവിച്ചതിനും ഒക്കെ പകരമായിട്ട് ദൈവം ഇരട്ടിയാക്കി പ്രതിഫലം കൊടുത്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു വാഗ്ദത്തം നോക്കിയാലും അങ്ങനെയാണ് നമുക്ക് ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് മർക്കോസിന്റെ സുവിശേഷം 10-29-30 വാക്യങ്ങൾ. അവിടെ കർത്താവ് പറയുന്നത്, അതിന് യേശു, എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ, അവിടെയുള്ള വാഗ്ദത്തം എന്താണ്? ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെയാണ്, എങ്കിലും ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ് ദൈവം പ്രതിഫലം നൽകും എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ പ്രതിഫലങ്ങൾ നൽകുന്നത് എപ്പോഴും ചോദിച്ചാൽ, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ആ ദൈവത്തിന് എപ്പോ വേണോ തിരിച്ചു തരാം. ഈ ലോകത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ ദൈവം തരും എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മുഴുവൻ ഈ ലോകത്തിലല്ല താൻ. വരുവാനുള്ള ലോകത്തിന്റെ ജീവനും ആ ജീവൻ പ്രാപിക്കാനും ഈ വ്യക്തിക്ക് കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ചിലരെ ചില പ്രത്യേക ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നത് ഒരുപക്ഷെ ദൈവത്തിന്റെ ഒരു പ്രതിഫലമായിട്ട് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പൗലോസ് തന്റെ ശുശ്രൂഷയെക്കുറിച്ച് എഴുതിയ ഒരു വാക്യമുണ്ട്. അതിനെക്കുറിച്ച് വിശദാംശങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും 1 തിമോത്തിയോസ് 1:12 പൗലോസ് തന്നെ കുറിച്ച് തന്നെ ഇങ്ങനെയാണ് എഴുതിയത്: എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കി ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ് എന്നെ ശുശ്രൂഷയ്ക്കാക്കിയത്? എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കി. അപ്പൊ പൗലോസ് പറഞ്ഞത് അത് എപ്പോഴാണ് എണ്ണിയതെന്നൊക്കെ ഉള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. എങ്കിലും തന്റെ ശുശ്രൂഷയ്ക്ക് ആക്കുമ്പോൾ ദൈവം തന്നെ വിശ്വസ്തനായി എണ്ണി എന്ന് അവിടെ പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച കർത്താവ് പറഞ്ഞതും അങ്ങനെയാണല്ലോ. കർത്താവ് ഈ ലോകത്തിൽ തന്നെ ചില പ്രതിഫലങ്ങൾ നൽകും.
എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മറ്റു കുറെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവിന്റെ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ഭാഗ്യ മൊഴികൾ ഗിരിപ്രഭാഷണത്തിലേക്ക് വായിക്കുമ്പോൾ, അതും മറ്റു ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഈ ലോകത്തിൽ മാത്രം അല്ല, ഈ ജീവിതത്തിൽ എന്ന് ഞാൻ തിരുത്തട്ടെ, ഈ ജീവിതത്തിൽ മാത്രമല്ല പ്രതിഫലം ഉള്ളത്, വരുവാനുള്ള ജീവിതത്തിലും പ്രതിഫലങ്ങൾ അനേകം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ കർത്താവിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. നമ്മൾ നേരത്തെ കണ്ട വാക്യമാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർക്ക് നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ പ്രതിഫലം എവിടെയാണ്? അവിടെ പറയുന്നത് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് എന്നാണ്. അപ്പോ അവർ ഈ ജീവിതത്തിൽ അവർ കർത്താവിന് വേണ്ടി ഉപദ്രവിക്കപ്പെടുന്നു, തിന്മയും കളവായി പറയപ്പെടുന്നു, അവർക്കെതിരായി തിന്മ പറയപ്പെടുന്നു. അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുല്ലസിപ്പിനെന്നാണ് പറയുന്നത്. അപ്പൊ അത് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സന്തോഷിച്ചുല്ലസിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കാണിക്കുന്നതും പ്രതിഫലം ഉള്ളത് കൊണ്ട് മാത്രമല്ല. ഇപ്പോ എനിക്ക് നഷ്ടമാകുന്ന അത്രയും പ്രതിഫലം ആണ് എനിക്ക് വരുവാനുള്ള ലോകത്തിൽ കിട്ടാൻ പോകുന്നത് എങ്കിൽ, സെയിം ആണെങ്കിൽ സന്തോഷിച്ചുല്ലസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ കഷ്ടത അനുഭവിച്ചാലും കിട്ടുന്നത് ഒന്ന് തന്നെയല്ലേ? അനുഭവിക്കാതിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം തന്നെയാണ് പ്രതിഫലമായി കിട്ടുന്നതെങ്കിൽ രണ്ടും ഒന്നല്ലേ? ഒരേ വാല്യൂ അല്ലേ? അപ്പോൾ അതിൽ സന്തോഷിക്കാൻ പറ്റില്ല. അപ്പൊ സന്തോഷിച്ചുല്ലസിക്കുക എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് വരുവാനുള്ള പ്രതിഫലങ്ങൾ നീ അനുഭവിച്ച കഷ്ടതയെക്കാളും അതിനെ മറികടക്കുന്ന, അതിനേക്കാൾ വളരെ അധികം കൂടുതൽ പ്രതിഫലങ്ങൾ ദൈവം നൽകും. അപ്പൊ നിന്റെ ജീവിതം മൊത്തത്തിൽ ഒരു ലൈഫായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നന്മ ഈ കർത്താവിന്റെ നാമത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വരുവാനുള്ള ജീവിതത്തിൽ എന്നാണ് അവിടെ കാണുന്നത്. അപ്പൊ മൊത്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നത് കർത്താവിന് വേണ്ടി നിനക്ക് ലാഭമായി മാറും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ കാണുന്നത്. അപ്പൊ പ്രതിഫലം ഉണ്ട്, പ്രതിഫലം വളരെ കൂടുതലുമായിരിക്കും അനുഭവിച്ച കഷ്ടതയുടെ വെളിച്ചത്തിൽ എന്നാണ് നമ്മൾ കാണുന്നത്. അതാണ് പൗലോസും എഴുതിയത്. വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്ന് പറയില്ലേ, ഇപ്പോഴത്തെ ഒന്നുമല്ല. അപ്പോ അത്ര അധികം പ്രതിഫലങ്ങൾ ദൈവം നൽകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ വാക്യത്തിൽ നിന്നൊരു കോമൺ കൺഫ്യൂഷൻ ഉണ്ട്. ഈ വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട്. അപ്പൊ പ്രതിഫലം എപ്പോഴാണ് കിട്ടാൻ പോകുന്നത്, എവിടെ വെച്ചാണെന്നൊക്കെ ചോദിച്ചാൽ, ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ വെറുതെ അങ്ങ് വായിച്ചു പോയാൽ ഒരുപക്ഷെ നമ്മൾക്ക് തോന്നും സ്വർഗത്തിൽ പ്രതിഫലം വലുതാണ്. അപ്പൊ കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ചാൽ എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുമ്പോൾ ദൈവം എനിക്ക് സ്വർഗത്തിൽ വെച്ച് വലിയ പ്രതിഫലങ്ങൾ തരും. അപ്പോ എവിടെ എന്നുള്ള ചോദ്യത്തിന് സ്വർഗത്തിൽ എന്നും, എപ്പോഴും ചോദിച്ചാൽ ഞാൻ മരിച്ച് എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുമ്പോൾ എന്നും ചിന്തിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊന്ന് രണ്ടാമതൊന്ന് വായിക്കേണ്ടത് ആവശ്യമുണ്ട്. അത് നമ്മൾ ഈ ഗിരിപ്രഭാഷണം മുഴുവനായിട്ടൊന്ന് നോക്കണം. അതിന്റെ ആദ്യത്തെ ബിയാറ്റിറ്റ്യൂഡ്സിന്റെ തുടക്കം മുതൽ ഭാഗ്യ വർണ്ണനകൾ എന്തോ അതിനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഭാഗ്യ വർണ്ണനകൾ എന്തോ പറയുന്നത് സൗരന്മാർക്ക് പറയാം. പറയാമോ? ഭാഗ്യവർണ്ണന എന്നാ പറയാ. ഭാഗ്യവർണ്ണനകൾ. അപ്പൊ ഈ ഭാഗ്യവർണ്ണനകളൊക്കെ വായിച്ചാൽ ഇത് യഹൂദന്മാരോടാണല്ലോ, ഈ ഇസ്രായേലിയരോടാണല്ലോ പറയുന്നത്. അവരുടെ പ്രത്യാശയായിട്ട് അവർ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ രാജ്യം, സ്വർഗത്തിലെ രാജ്യം, അതിനെക്കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അത് ഞാൻ എന്റെ ആത്മാവ് മരിച്ച് സ്വർഗത്തിൽ പോകുമ്പോൾ തരുന്നതിനെ കുറിച്ചാണോ അവിടെ പറയുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. കാരണം യഹൂദ ലോക വീക്ഷണത്തിൽ നമുക്കത് അത്ര പരിചിതമല്ലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ഏതൊരു ബൈബിൾ സ്കോളറിനോട് ചോദിച്ചാലും പറയും, യഹൂദന്മാരുടെ എക്സ്പെക്ടേഷന്, അവരുടെ പ്രത്യാശ ആത്മാവ് സ്വർഗത്തിൽ പോകുമ്പോൾ ദൈവം സ്വർഗത്തിൽ റിവാർഡ് തരുന്നല്ല. അവരുടെ പ്രത്യാശ ദൈവം വാഗ്ദത്ത നാട്, ഈ ഭൂമിയിലെ വാഗ്ദത്ത നാട് അവർക്ക് നൽകും. അതിൽ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം തന്നെ ദൈവം അത് ചെയ്യും. തുറന്നും പ്രവാചകന്മാരുടെ എഴുത്തുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് പോലെ ഭൂമിയിൽ അവർക്ക് രാജ്യം സ്ഥാപിക്കും എന്നാണ് അവരുടെ പ്രത്യാശ.
അതനുസരിച്ചാണ് കർത്താവും സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും പറയുന്നത്. ഈ സ്വർഗരാജ്യം ദൈവരാജ്യം എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾക്ക് ഒരുപക്ഷെ നമ്മളുടെ ഇടയിലുള്ള ഒരുപാട് പേർക്ക് വളരെ പരിചിതമാണെങ്കിലും എല്ലാവർക്കും അത്രയും പരിചിതമായിരിക്കില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവമാണോ? ഒരു മണ്ടൻ ചോദ്യമായിട്ട് തോന്നും. ദൈവരാജ്യം ദൈവമാണോ? അല്ല. അതുപോലെയാണ് സ്വർഗരാജ്യം സ്വർഗമാണോ? അല്ല. ദൈവരാജ്യം ദൈവമല്ലാത്തതുപോലെ സ്വർഗരാജ്യം സ്വർഗവുമല്ല. കാരണം ഇത് ദൈവത്തിന്റെ രാജ്യം, ദൈവം സ്ഥാപിക്കുന്ന രാജ്യം. അതുപോലെ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗത്തിന്റെ രാജ്യം. അപ്പൊ ഇത് രണ്ടും പല ഗോസ്പൽസ് വായിച്ചാൽ, സുവിശേഷങ്ങൾ വായിച്ചാൽ ദൈവത്തിന്റെ രാജ്യം തന്നെയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സ്വർഗത്തിന്റെ രാജ്യവുമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നിലയിലും നമുക്ക് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ ദൈവത്തിന്റെ രാജ്യം വരണമേ നല്ല കർത്താവ് പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചത്. സ്വർഗരാജ്യം അവിടെ വായിച്ച പ്രാർത്ഥനയില് മത്തായി സുവിശേഷം 6:10 പറയുന്നത് എന്താണ്? നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവത്തിന്റെ ഈ രാജ്യം, സ്വർഗത്തിന്റെ രാജ്യം വരണമേ. ഇങ്ങോട്ട് എവിടെ? ഭൂമിയിൽ. അപ്പോ സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുമെന്ന് ആ യഹൂദ മനസ്സിനോട് പറയുമ്പോൾ അവരുടെ ഇതുവരെ പറഞ്ഞതെല്ലാം അത് സ്വർഗത്തിൽ മരിച്ചു കഴിഞ്ഞ് പോയിട്ടുള്ള പ്രതിഫലത്തെ കുറിച്ചാകാനുള്ള സാധ്യത തീരെയില്ല. അതിന്റെ കോണ്ടെക്സ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ മത്തായി സുവിശേഷം 5 തന്നെ നോക്കിയാൽ, ആദ്യ വാക്യങ്ങൾ നോക്കിയാൽ, ആ ഭാഗ്യവർണ്ണനകൾ നോക്കിയാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം ആർക്കുള്ളതെന്ന് പറയുമ്പോൾ എന്ത് രാജ്യമാണത്? സ്വർഗത്തിൽ പോയുള്ള രാജ്യം എന്നാണോ അവർ യഹൂദന്മാർ ചിന്തിക്കുന്നത്? അല്ല. അവർക്ക് വേണ്ടി ദാനിയേൽ പറഞ്ഞിരിക്കുന്ന, പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യം, സ്വർഗരാജ്യം, ആ രാജ്യം ഇവർക്കുള്ളതാണ്. ആത്മാവിൽ ദരിദ്രരായ ആളുകളാണ് ആ ഭാഗ്യവാന്മാർ, അവർക്കുള്ളതാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻ, അവർക്ക് ആശ്വാസം അന്ന് ലഭിക്കും. ആശ്വാസം ഇന്ന് അവർ ആശ്വാസം ഇല്ലാത്തവരായിരിക്കുകയാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുന്നു വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് സ്വർഗമല്ല എന്ന് കാണിക്കാൻ വേണ്ടി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് ഭൂമിയെ ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഭൂമിയിലാണ്. ഭൂമിയെ അവകാശമാക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നതും അങ്ങനെയാണ്. ഈ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ലോക ജീവിതത്തിൽ ഈ രാജ്യം വരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ രാജ്യം, ഈ ഭാഗ്യവർണ്ണനല്ലേ, ഈ രാജ്യം നിങ്ങൾക്ക് ദൈവം തരുവാനായിട്ട് പോവുകയാണ്, ദൈവത്തിന്റെ മക്കൾക്ക്, തന്റെ ശിഷ്യന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്, സന്തോഷിപ്പിൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗ്യവർണ്ണനയും ഈ രാജ്യത്തിലുള്ള ഭാഗ്യവർണ്ണനയാണ്. അവിടെയും അപ്പൊ ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് എന്ന് പറയുന്നത്, അതിന്റെ അർത്ഥം ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. അത് സ്വർഗരാജ്യം വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് വേണം എടുക്കാൻ. ഇതിനൊരു പഴയ നിയമ പ്രത്യാശയുമായിട്ട് ബന്ധമുണ്ട്. കാരണം കർത്താവ് സംസാരിക്കുന്നതും ഈ പഴയ നിയമമാണ് അവരുടെ ബൈബിൾ, അല്ലേ? അവർക്ക് അതേ അറിയാവും. പുതിയ നിയമം ഒന്നും എഴുതി അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോ അവർക്കറിയാവുന്ന പ്രത്യാശയ്ക്ക് അനുയോജ്യമായിട്ട് വേണം കർത്താവ് പറയാൻ. പഴയ നിയമ പ്രത്യാശ എന്ന് പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. അതിന് ഏറ്റവും നല്ല 2 വാക്യങ്ങൾ യെശയ്യാവിന്റെ പ്രവചനത്തിലുണ്ട്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ 49 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ വെറുതെ അധ്വാനിച്ചു, എന്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എന്റെ ന്യായം യഹോവയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമത്തിലെ ആശയമാണ്, എന്റെ ന്യായം യഹോവയുടെ പക്കലാണ്, എന്റെ പ്രതിഫലം ദൈവത്തിന്റെ പക്കൽ ഇരിക്കുന്നു. യെശയ്യാവ് പ്രതിഫലം സ്വർഗത്തിൽ ചെന്ന് വാങ്ങിക്കും എന്നാണോ പ്രതീക്ഷിച്ചിരുന്നത് മരിച്ചു കഴിഞ്ഞോടനെ? അല്ല. കാരണം അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, താഴോട്ടല്ല, പുറകിൽ മുമ്പ് പറഞ്ഞിരിക്കുന്നത് 40 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു, ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ദൈവത്തിന്റെ പക്കലാണ് പ്രതിഫലം എന്ന് 49 നമ്മൾ കണ്ടു. പക്ഷെ യെശയ്യാവിന്റെ പ്രത്യാശയായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ കർത്താവ് വരും, ദൈവം ഇടപെടാൻ പോവുകയാണ് ഭൂമിയിൽ. അവൻ വരുമ്പോൾ അവന്റെ കൂലിയും കൊണ്ടാണ് അവൻ വരുന്നത്. ഈ എന്റെ പ്രതിഫലം ദൈവത്തിന്റെ പക്കൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ആശയം പറയുന്നതിന് മുമ്പ് താൻ പറഞ്ഞത്, ഈ പ്രതിഫലം എല്ലാമായിട്ട് കർത്താവ് വരും, ദൈവം വരും, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്.
അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി പ്രതിഫലം വാങ്ങും എന്നല്ല പറഞ്ഞത്, പ്രതിഫലവുമായി അവൻ ഇങ്ങോട്ട് വരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പക്കൽ നിങ്ങളുടെ പ്രതിഫലം ഉണ്ട് എന്നാണ് യഹൂദ ചിന്ത പ്രകാരം നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ. യെശയ്യാവിൻ 49:4 നമ്മൾ വായിച്ചതുപോലെ യഹോവയുടെ പക്കലാണ് എന്റെ ന്യായം, എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലാണ് എന്ന ആശയം ആയിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാക്യങ്ങൾ വായിച്ചാൽ എപ്പോഴാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്, എവിടെ വെച്ചാണെന്നുള്ള ചോദ്യത്തിന് ഇതിന്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ മരിച്ച സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ എന്നല്ല നമ്മൾ കാണുന്നത്. പല വാക്യങ്ങളുണ്ട് അതിനെക്കുറിച്ച്. ഒരു ആശയം കാണുന്നത്, അത് ഈ പല ആശയങ്ങളുണ്ട് എപ്പോഴാണ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ഇതെല്ലാം ഒന്നിച്ച് ചേർന്ന് പോകുന്ന ആശയങ്ങളാണ്. ഒരു സമയത്തെ കുറിച്ച് തന്നെയാണ് അത് കുറിക്കുന്നത്. ഒരു ആശയം ഇതാണ് ബൈബിളിലുള്ളത്: യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള മഹത്വപൂർണമായ വരവിന് ശേഷമാണ് പ്രതിഫലങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് ശേഷം നടക്കുന്ന ഒരു കാര്യമാണ് പ്രതിഫലങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് അനേക വാക്യങ്ങളുണ്ട്. ചില വാക്യങ്ങൾ ഓടിച്ച് വായിക്കാം. വെളിപാട് 22:12 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? യേശുവിന്റെ പക്കലുണ്ട്. അത് എപ്പോഴാണ് കിട്ടുന്നത്? ഞാൻ വേഗം വരും, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതിഫലം എന്റെ പക്കലുണ്ട്, അതും കൊണ്ട് ഞാൻ വരുന്നു. യെശയ്യാവിൽ കണ്ട ആശയം തന്നെയാണ് യഹോവ പ്രതിഫലവുമായി വരും. കർത്താവായ യേശു ക്രിസ്തുവിലാണത് നിവർത്തിക്കുന്നത്. യേശു ക്രിസ്തു പ്രതിഫലവുമായി ഭൂമിയിലോട്ട് വരും. 14 റോമാലേഖനം 14:10-12 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ ആശയമുണ്ട്. സഹോദരനെ വിധിക്കുന്നത് എന്ത്, സഹോദരനെ ധിക്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞിട്ട് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അവിടെയാണ് ദൈവം ന്യായം വിധിച്ച് പ്രതിഫലം നൽകുന്നത് എന്നുള്ള ആശയം അവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ വായിച്ച 2 കൊരിന്ത്യർ 5:10 ക്രിസ്തുവിന്റെ ന്യായാസനം അവിടെ വെച്ചാണെന്ന് ആശയമുണ്ട്. അപ്പൊ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞിട്ടാണെന്നും ഉള്ള അനേക വാക്യങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് ഇത് എപ്പോഴാണെന്നുള്ള ചോദ്യത്തിന് ലൂക്കോസിന്റെ സുവിശേഷം 14 വാക്യങ്ങളിൽ യേശു ക്രിസ്തു ഒരു ഉപമ എന്ന നിലയിൽ, ഉപമയെന്ന് തന്നെ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല, അതിനെ ഒരു പ്രത്യേക നിലയിൽ ഒരു കാര്യം പറഞ്ഞു യേശു ക്രിസ്തു. അവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. നമ്മളുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ലൊരു വാക്യമാണ് ഈ വിഷയത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷം 14:13-14 അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു: നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക, എന്നാൽ നീ ഭാഗ്യവാനാകും. എന്താ കാരണം? നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. അവർക്ക് വകയില്ലാത്തതാണോ നിന്റെ ഭാഗ്യാവസ്ഥ? അല്ല, നിന്റെ ഭാഗ്യാവസ്ഥ എന്റെ അടുത്ത ഭാഗമാണ്. അവർക്ക് വകയില്ല. എന്നാൽ എന്ത് സംഭവിക്കും? നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ ആണ് നിന്റെ പ്രത്യുപകാരം. നീ മരിച്ചു സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അല്ല, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. അവിടെ നമ്മൾ കാണുന്നത്, അപ്പൊ ഇത് ആദ്യം കണ്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം എന്ന് പറയുന്നത് വേറൊരു ആശയത്തിൽ പറഞ്ഞാൽ അത് സംഭവിക്കുന്നത് നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിലാണ്. കർത്താവ് വരികയും നീതിമാന്മാർ പുനരുത്ഥാനപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെയാണ് പ്രത്യുപകാരം ചെയ്യുവാൻ വകയില്ലാത്തവർക്ക്, നന്മ ചെയ്ത ആളുകൾക്ക് ദൈവം പ്രത്യുപകാരം നൽകുക എന്നാണ് അവിടെ കാണുന്നത്. വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം, പക്ഷേ വളരെ നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു വാക്യമാണ്. മത്തായി സുവിശേഷം 19 ഒരു വാക്യമല്ല, 2-3 വാക്യമാണ്. ഒരുമിച്ച് വായിച്ചാലേ അതിന്റെ അർത്ഥം മനസ്സിലാവും. മത്തായി സുവിശേഷം 19 27-29 വരെയുള്ള വാക്യം. അവിടെ പത്രോസ് സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പ്രതിഫലത്തെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ വിഷയമായിട്ട് വളരെ ബന്ധപ്പെട്ട വാക്യമാണ്. അവിടെയും കർത്താവ് അതിന്റെ ടൈം പറയുന്നത്, എപ്പോഴാണ് കിട്ടുന്നതെന്നും ഒക്കെ പറയുന്നു. പത്രോസ് അവനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പൊ യേശു എന്താ പറഞ്ഞത്? 19:28 യേശു അവരോട് പറഞ്ഞത്,
എല്ലാ ശിഷ്യന്മാരോടും കൂടെ ഒരുമിച്ച് പറഞ്ഞതാണ്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതിനുശേഷം അത് നിങ്ങൾക്ക് മാത്രമല്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കാര്യം പറയുന്നുണ്ട്. എന്റെ നിമിത്തം വീടുകളോ സഹോദരന്മാരോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയോ എന്ന് പറഞ്ഞ് കുറെ കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും 100 മടങ്ങ് ലഭിക്കും, അവർ നിത്യജീവന അവകാശമാണ്. അപ്പൊ ഈ ശിഷ്യന്മാർക്ക് എപ്പോഴാണ് പ്രതിഫലം നൽകുന്നത് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ എന്താ പ്രതിഫലത്തെ കുറിച്ച് ചോദിക്കുന്നതെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. പ്രതിഫലം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു പ്രത്യാശ ഉണ്ടാവുന്ന തെറ്റായിട്ട് പറഞ്ഞില്ല. ആ പ്രത്യാശ എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പുനർജനനത്തിൽ. ആ വാക്ക് റീജനറേഷൻ എന്നുള്ള വാക്ക്, റീജനറേഷൻ, പുനർജനനത്തിൽ അല്ലെങ്കിൽ റീബർത്ത്. അതിനെക്കുറിച്ച് ചില ട്രാൻസ്ലേഷൻസ് ESV എന്നുള്ള ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്, ഒരു ട്രാൻസ്ലേറ്റർ ആഡ് ചെയ്തൊരു പാർട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് റീജനറേഷൻ ഓഫ് ദ വേൾഡ്. എന്റെ ഓർമ്മ ശരിയല്ല, അങ്ങനെയാണ്. റീജനറേഷൻ ഓഫ് ദ വേൾഡ്, ഇൻ ദ റീജനറേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ പുനർജനനം. അന്നാണ് മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രതിഫലമായി 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്നുള്ളത്. ഇത് നടക്കുന്നത് യേശുക്രിസ്തുവിന്റെ 1-ാം വരവിലല്ല. അത് ഞാൻ എടുത്തു പറയുന്നതിന്റെ കാരണം അങ്ങനെയൊക്കെ ചില വ്യാഖ്യാനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇത് തന്റെ മരണത്തിന്റെ സമയത്തോ തന്റെ ഉയർപ്പിലോ തന്റെ സ്വർഗാരോഹണത്തിന്റെ സമയത്തോ നടന്ന കാര്യമല്ല. പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തപ്പോൾ നടന്ന കാര്യമല്ല. ഇപ്പോഴൊന്നും ആ സമയത്തൊന്നും അല്ല ഈ പുനർജനനം സംഭവിച്ചിരിക്കുന്നത് ഭൂമിയുടെ. ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകൾ ഒരുപാട് പേരുടെ കാഴ്ചപ്പാടുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന് നമ്മൾ അതിനെ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ, ഇത് 1-ാം വരവാണെന്ന് പറയണമെങ്കിൽ ഒരുപാട് ഇതിനെ അങ്ങ് ആത്മീകവൽക്കരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ഇത് എപ്പോഴാണെന്ന് കർത്താവ് തന്നെ ഇതിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ. അതാണ് എന്റെ കീ. എപ്പോഴാണെന്നുള്ള അവിടെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ യേശുക്രിസ്തു തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് മത്തായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതേ പുസ്തകത്തിന്റെ 25-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ അതിന്റെ ഉത്തരമുണ്ട്. അവിടെയാണ് മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അപ്പൊ എപ്പോഴാണ് ഈ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രൻ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ, പോകുമ്പോഴാണ്, അസെൻഷന്റെ സമയത്താണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോഴല്ല, മനുഷ്യപുത്രൻ വിശുദ്ധ ദൂതന്മാരുമായി തേജസ്സോടെ വരുമ്പോൾ അന്നാണ് അവൻ ഇരിക്കാൻ പോകുന്നത്. അന്നാണ് നിങ്ങൾക്കും ലോകത്തിന്റെ പുനർജനനം സംഭവിക്കുന്ന ദിവസം. അതായത് കർത്താവ് എല്ലാം പുതുതാക്കി തുടങ്ങുന്ന ദിവസമാണ്. അന്നാണ് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാനായിട്ട് പോകുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. പ്രതിഫലത്തെ കുറിച്ച് സമയം കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓടിച്ച് ചില കാര്യങ്ങളൂടെ പറയാം. വേറൊരു യൂസേജ് ഉള്ളത് ദൈവരാജ്യത്തിലായിരിക്കും എന്നുള്ളതാണ്. ഈ പറഞ്ഞ 25-ാം അധ്യായം മത്തായി 25-ൽ തന്നെ നമ്മൾ താഴോട്ട് വായിച്ചാൽ 34-ാം വാക്യത്തിൽ ഈ പുനർജനനം സംഭവിക്കും ലോകത്തിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് കോലാട് ചെമ്മരിയാടിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അതിന്റെ ന്യായവിധിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ 34-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്നാണ് പറയുന്നത്. അപ്പോ ദൈവരാജ്യത്തെ ആണ് അവിടെ ഒരു പ്രതിഫലമായി അവർക്ക് കൊടുക്കുന്നത്. മത്തായി 16-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഇതേ ആശയം കൊണ്ട് മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവിടെ ഒരു വാക്കുണ്ട്, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. പ്രതിഫലങ്ങൾ നൽകുന്നത് ശിക്ഷാവിധിയും നടക്കുന്നുണ്ട്. അപ്പോൾ കുറെ പേരെ സംഹരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ദൈവമക്കൾക്ക് പ്രതിഫലം നൽകുന്ന കാര്യം അവിടെ പറയുന്നത് അപ്പോൾ എന്ന്. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. വരുമ്പോൾ അപ്പോഴാണ് പ്രതിഫലം നൽകുന്നത്. കുറെ വാക്യങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ചുരുക്കി ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ പറയാം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യമായിരുന്നു, ഇത് എപ്പോഴാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്, എവിടെ വെച്ചാണ് എന്നുള്ള ചോദ്യത്തിന്
ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു അർത്ഥം പറയാൻ എപ്പോ വേണം നടക്കാം. അത് ദൈവത്തിന് എപ്പോ വേണം തരാം, ഇപ്പൊ വേണം പ്രതിഫലം തരാം. ഒരു അർത്ഥത്തിൽ ഒരു ഭാഗം പ്രതിഫലത്തെ ഒരു ഭാഗം അങ്ങനെ ഈ ലോകത്തിൽ തന്നെ ജീവിതത്തിൽ തന്നെ ദൈവം തരാം എന്നുള്ളത് പറയാം. എങ്കിലും ആത്യന്തിക പ്രതിഫലം എന്ന് ഞാൻ തിരുത്തി പറയട്ടെ. ആത്യന്തിക പ്രതിഫലം എപ്പോഴാണ് തരുന്നതെന്ന് ചോദിച്ചാൽ അത് കർത്താവ് യേശു ക്രിസ്തു വന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നീതിമാന്മാരുടെ ഉയർപ്പ് സംഭവിക്കുമ്പോൾ അവർക്ക് ദൈവം അവരുടെ ജീവിതം വിലയിരുത്തി, അവരുടെ പ്രവൃത്തികളെ വിലയിരുത്തി അവർക്ക് ദൈവം പ്രതിഫലമായി അന്ന് കൊടുക്കും എന്നാണ്. യേശു ക്രിസ്തു തന്റെ മഹത്വത്തിന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന അന്നാണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അവസാനമായിട്ട് നമുക്കൊരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയം എടുത്തു. എന്ത് തരത്തിലുള്ള പ്രതിഫലങ്ങളാണ് ദൈവം നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം. അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ എങ്ങനെയായിരിക്കും? അപ്പൊ സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ എന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, സ്വർഗത്തിൽ യഹൂദന്മാർ കണ്ടതുപോലെയുള്ള, കർത്താവ് അവരോടാണല്ലോ പറഞ്ഞത്, അവർ കണ്ടതുപോലെയുള്ള യഹോവയുടെ പക്കലുള്ള പ്രതിഫലങ്ങൾ, അവൻ വരുമ്പോൾ കൊണ്ടുവരുന്ന പ്രതിഫലങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ എന്ന് കാണുന്നത്. അത് എങ്ങനെയായിരിക്കും? അത് ഒരു ചോദ്യം ആൾ ചോദിക്കാവുന്നതാണ്. നാം പലരും ചിന്തിക്കുന്നതാണ്, ഇത് ഫിസിക്കലാണോ സ്പിരിച്വലാണോ? അതായത് ഭൗതികമായിട്ടുള്ള ചില അനുഗ്രഹങ്ങളാണോ ആത്മീകമായിട്ടുള്ള ചില അനുഗ്രഹങ്ങളാണോ? പിന്നെ എന്ത് പറയാനാണ്? ഇതൊരു ഉത്തരമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം. ഇതൊരു ഫോൾസ് ഡൈക്കോട്ടമി എന്ന് പറയും. ഇതൊരു തെറ്റായിട്ടുള്ള ഒരു എന്റെ ഡൈക്കോട്ടമി എന്തോ ഞാൻ ഡിക്ഷണറി നോക്കിയപ്പോ ദ്വികരണം എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ ഒരു വാക്കുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോ അങ്ങനെ ഇത് തെറ്റായിട്ടുള്ള ഒരു രണ്ടാക്കി തരംതിരിക്കുന്നതാണ്. കാരണം ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അവനെ ആത്മാക്കളായിട്ടല്ലല്ലോ ഉണ്ടാക്കിയത്. മണ്ണുകൊണ്ട് ശരീരം ഉണ്ടാക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഊതി അവൻ ഒരു ജീവനുള്ള ദേഹിയായി തീർന്നു എന്നല്ലേ. ഹി ബിക്കെയിം എ ലിവിങ് സോൾ. അപ്പൊ ലിവിങ് സോളിന് എന്തൊക്കെ ഉണ്ട്? ബോഡിയും ഉണ്ട്, സ്പിരിറ്റും ഉണ്ട്. അപ്പോ ആത്മാവും ശരീരവും കൂടെ ഉള്ള ഒരു ലിവിങ് സോളായി, ജീവനുള്ള ദേഹിയായിട്ടാണ് മനുഷ്യൻ ഇരിക്കുന്നത്. അപ്പൊ ഉയർപ്പിൽ സംഭവിക്കുന്നതും അല്ലല്ലോ, ഉയർക്കുന്നത് ആത്മാക്കളല്ലല്ലോ, ഇത് തന്നെയാണ്. ശരീരമാണ് ഉയർക്കുന്നത്. അപ്പൊ ശരീരവും ദൈവത്തിന്റെ ആത്മാവും കൂടെ, ദൈവം തന്നിട്ടുള്ള ബ്രത്ത്, ദൈവത്തിന്റെ ശ്വാസവും കൂടെ കലരുന്ന മനുഷ്യനായിട്ട് തന്നെയാണ് ഉയർപ്പിലും നമ്മൾ ആയിരിക്കുന്നത്. ഗ്ലോറിഫൈഡ് ആയിരിക്കും, അത് തീർച്ചയാണ്, അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് ശരീരം ഉള്ളത് കൊണ്ട് നമ്മൾ ഇതൊരു തെറ്റായിട്ടുള്ള ഒരു ഡൈക്കോട്ടമിയാണ്, വേർതിരിവാണ്. ദൈവം നമ്മളെ ശരീരത്തോട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് ശരീരത്തിന്റെ ആസ്പെക്റ്റും ഉണ്ട്. അപ്പോ ഫിസിക്കൽ ബ്ലെസ്സിങ്, സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്ന് നമ്മൾ വേർതിരിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന് ഇത് രണ്ട് മേഖലയും ആവശ്യമാണ്. ആ രണ്ട് നിലയിലുള്ള പ്രതിഫലങ്ങളും ദൈവം നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്ത് തരം പ്രതിഫലങ്ങൾ നൽകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചില ക്ലൂസ് ഒക്കെ നമുക്ക് ബൈബിളിലുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ള ക്ലൂസ് വെച്ച് നോക്കിയാൽ, ചില വാക്യങ്ങൾ നോക്കിയാൽ 1 കൊരിന്ത്യർ 4:5 പറഞ്ഞിരിക്കുന്നത് കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്നത്, അവന്റെ ഹൃദയങ്ങളുടെ ആലോചനകളൊക്കെ കർത്താവ് വരുമ്പോൾ വെളിപ്പെടും. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. ഒരു പുകഴ്ച, ദൈവസന്നിധിയിൽ ഒരു മാനം, പുകഴ്ച ലഭിക്കുന്നതായിട്ട് കാണുന്നു. 1 പത്രോസ് 1:7 യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ ഇടയാകും. അപ്പോൾ ഇത് ആരുടെ പുകഴ്ചയാണ്? ആരുടെ തേജസ്സാണ്? ആരുടെ മാനമാണ്? യേശുവിന്റെ അല്ല. യേശുക്രിസ്തുവിന് പുകഴ്ചയും തേജസ്സും മാനമുണ്ടെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് തന്റെ മക്കൾക്ക് പുകഴ്ചയും തേജസ്സും മാനവും ഉണ്ടാകും. അന്ന് ദൈവമക്കൾക്ക് ഉണ്ടാകുന്ന പുകഴ്ചയും തേജസ്സും മാനവുമാണ്. ഇതിനെക്കുറിച്ച് അനേക വാക്യങ്ങൾ റോമാലേഖനം 2:6-8 വരെ വായിച്ചാലും അതേ ആശയം അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നത്. എന്നാൽ അത് മാത്രമല്ല, വരുവാനുള്ള ദൈവരാജ്യത്തിന്റെ അവകാശം നമുക്ക് ലഭിക്കും എന്ന് കാണിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. 2 തെസ്സലോനിക്കർ 1:4-10 വരെയാണ് അതിനെക്കുറിച്ചുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം. നമുക്ക് അധികം സമയമില്ല, ഞാൻ പെട്ടെന്നൊന്ന് പറയാം. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന, അവിടെ തെസ്സലോനിക്ക വിശ്വാസികൾ സഹിക്കുന്ന ഉപദ്രവങ്ങളും കഷ്ടതകളുടെയും നടുവിൽ പൗലോസ് എഴുതുകയാണ്, നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളും കഷ്ടങ്ങളുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകൾ ചൊല്ലി നിങ്ങളെ പ്രശംസിക്കുന്നു. അവർ കഷ്ടപ്പെടുകയാണ്. അതിനെക്കുറിച്ച് 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അത് ഈ കഷ്ടതയിൽ അവർ സഹിഷ്ണുത കാണിക്കുന്നു, അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളം ആകും. ഇവരോടുള്ള ഒരു പ്രതിഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇവർക്കൊരു വാഗ്ദത്തമായി കൊടുത്തിരിക്കുന്നത്,
നിങ്ങൾ ഈ കഷ്ടത അനുഭവിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ആ രാജ്യം വരുമ്പോൾ അതിന് നിങ്ങളെ യോഗ്യരായി ദൈവം എണ്ണും. ഇന്ന് കഷ്ടത അനുഭവിച്ച് ജീവിച്ച, സഹിഷ്ണുതയോടുകൂടെ വിശ്വാസത്തിൽ ജീവിച്ച, ആ വരുവാനുള്ള ദൈവരാജ്യത്തിൽ നിങ്ങൾ യോഗ്യന്മാരായി ദൈവം എണ്ണും. അങ്ങനെയുള്ള ഒരു വലിയ ആശ്വാസം, ദൈവരാജ്യം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കും എന്നുള്ള ആശയം അവിടെയുണ്ട്. കൊലോസ്യലേഖനം 3 ഉണ്ട് 24 അവകാശം എന്ന പ്രതിഫലം അവിടെ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അപ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രതിഫലം തരും എന്നറിഞ്ഞു വേണം ദൈവത്തെ സേവിക്കാൻ എന്നാണ് അവിടെ പറയുന്നത്. ഈ ദൈവരാജ്യത്തിൽ എന്ത് തരം പ്രതിഫലമായിരിക്കും എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള പൊസിഷൻസ്, സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും ദൈവം തരും എന്ന് കാണിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12 42 മുതൽ 44 വരെ വാക്യങ്ങളിലും അവിടെ കാണുമ്പോഴും തക്ക സമയത്ത് കർത്താവിന്റെ മക്കൾക്ക് ആഹാരവീതം കൊടുക്കുന്ന യജമാനനെ കുറിച്ച് പറയുന്നത്, വിശ്വസ്തനായ ബുദ്ധിമാനായ ഗൃഹവിചാരകനെ കുറിച്ച് പറയുന്നത് 44 വാക്യത്തിൽ അവൻ ദൈവം യജമാനൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ദൈവരാജ്യത്തിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ച ഒരു ഉപമ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കും. വിശ്വസ്തമായി ദൈവമക്കളെ നോക്കി നടത്തുന്ന ആളുകൾ ദൈവരാജ്യത്തിൽ ലോകത്തെ തന്നെ ഭരിക്കുകയും ലോകത്തെ തന്നെ വാഴുകയും ചെയ്യും എന്ന് കാണിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. നമ്മള് അപ്പോസ്തലന്മാരെ കുറിച്ച് കണ്ടു, 12 ഗോത്രങ്ങളെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇത് അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ളതല്ല. ഈ 1 കൊരിന്ത്യർ 6 അധ്യായത്തിൽ ഈ ലോസ്യൂട്ടിനെ കുറിച്ചൊക്കെ ഉള്ള, ഈ കേസിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ പൗലോസ് പറയുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു യൂസേജ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിഞ്ഞൂടെ എന്ന് ചോദിക്കും. എന്താ അറിഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ 2 വാക്യത്തിൽ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ഇത് എന്തുകൊണ്ട് ഇവിടെ കേസും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കുള്ള വലിയ പരിപാടി, ദൈവത്തിന്റെ പരിപാടി നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നാണ് ചോദിച്ചത്. ലോകത്തെ വിധിക്കും. ആ വിധി എന്ന് പറയുന്നത് എബ്രായ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അത് അഡ്മിനിസ്ട്രേഷൻ, ലോകത്തിന്റെ ഭരണം നിങ്ങൾ ആയിരിക്കും. നിങ്ങൾ ന്യായപാലനം ചെയ്യുന്നത് നിങ്ങളാണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നാണ് ചോദിച്ചത്. അതായത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ബേസിക്സ് അല്ലേ എന്നുള്ള അർത്ഥത്തിലാണ്. ഇതൊക്കെ നിങ്ങൾ അറിയണ്ടേ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകം 2 അധ്യായത്തിന്റെ 26 മുതൽ 28 ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നതാണ്. ഇത് ഇസ്രായേൽ സഭ എന്നുള്ള വേർതിരിവൊക്കെ ഡിബേറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജാതികളുടെ മേലുള്ള അധികാരമാണ് കർത്താവ് സഭയ്ക്ക് പ്രതിഫലമായി വാഗ്ദത്തമായി ജയിക്കുന്നവന് വാഗ്ദത്തമായി കൊടുക്കുന്നു. അങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. അപ്പോ എനിക്ക് നിങ്ങളോട് ഒരു അവസാനമായിട്ട് ഞാനൊരു 2 മിനിറ്റ് കൂടെ എടുത്ത് ഒരു കാര്യം പറയാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒരു കവിത, എനിക്ക് പ്രതിഫലവുമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കവിത, ഞാനൊരു കവിയൊന്നുമല്ല എങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മലയാള കവിതയാണ്. അത് ഈ പ്രതിഫലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ഞാൻ ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ, ഈ വിഷയം തന്നതുകൊണ്ടാണ് ഈ പ്രതിഫലം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഈ പ്രതിഫലം നോക്കി നമ്മൾ പ്രതിഫല ദാതാവിനെ മറന്നു കളയും. ഈ തരുന്നത് നമ്മുടെ പിതാവാണ്, നമ്മുടെ സ്വർഗത്തിലെ ദൈവമാണ്. ഇത് അർഹിക്കാത്ത നമ്മളെ അർഹതയുള്ളവരാക്കി മാറ്റി തന്റെ നീതിയിൽ നോക്കി പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ അർഹിച്ചതല്ല ഒറിജിനലി, ആദ്യമായിട്ട് അല്ലേ, മുന്നമേ നമ്മൾ നോക്കിയാൽ, നമ്മുടെ ജീവിതം നോക്കിയാൽ നമ്മൾ അർഹിക്കുന്നവരല്ല. അതുകൊണ്ട് നമ്മൾ ഈ ദാതാവിനെ മറന്ന് പ്രതിഫലം നോക്കരുത്. ഈ ദാതാവിനെ മറന്ന് നോക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദാതാവ് മാത്രം മതി, പ്രതിഫലം വേണ്ട എന്നും പറയുന്നത് ദൈവവചന പ്രകാരം ശരിയല്ല. കാരണം പ്രതിഫലം, അവകാശം എന്ന പ്രതിഫലം നോക്കി കർത്താവിനെ സേവിക്കാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതിഫലം നമുക്ക് ദൈവം വെച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ആ കവിത ഇങ്ങനെയാണ്. പി മധുസൂദൻ നായർ രചിച്ച ഇരുളിൻ മഹാനിദ്രയിൽ എന്നുള്ള ഒരു കവിത ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഇത് മധുസൂദൻ നായർ രചിച്ച ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് ഞാൻ ചിന്തിക്കാൻ പല കാരണങ്ങളുണ്ട്. എനിക്ക് വരികൾ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഇത് എന്തിനെ കുറിച്ചാണ് എന്ന് താൻ ഒരു ഇന്റർവ്യൂവിൽ പറയുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മധുസൂദൻ നായർ കവി പറഞ്ഞത് എങ്ങനെയാണ്, ആത്മബന്ധം.
അതാണ് ഇതിലെ കാതൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് പല നിലയിൽ ആളുകൾ വ്യാഖ്യാനിക്കാം. സാധാരണക്കാർക്ക് അത് പ്രണയം എന്ന് പറയാം, ആത്മബന്ധത്തിൽ. എന്നാൽ ഭക്തർക്ക് ആത്മീയത എന്നും പറയാം, പല പേരിട്ട് വിളിക്കാം. അപ്പൊ അദ്ദേഹം ഇതിന് പല പേരിട്ട് നിങ്ങൾ വിളിച്ചോ എന്നുള്ള അർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുള്ളതുണ്ട്. ഞാൻ ഇതിനെ ഒരു ക്രിസ്ത്യനൈസ് ചെയ്തുകൊണ്ടാണ് ഇതിനെ കാണുന്നത്. ഓക്കെ, ഇതൊരു ക്രിസ്ത്യൻ റീഡിങ്. അദ്ദേഹം എഴുതിയ ഒറിജിനൽ ഓതറിന്റെ ഇന്റന്റിന്റെ അപ്പുറത്തേക്ക് ഒരു പക്ഷേ പോയേക്കും, എങ്കിലും അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് മുഴുവൻ നമുക്ക് പറയാൻ സമയമില്ല. ഞാനൊരു പ്രധാന എന്റെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം നോക്കാം. അപ്പൊ ഇതൊരു ക്രിസ്ത്യനൈസ് ചെയ്തതിനെ വായിച്ചാൽ നമുക്ക് കാണുന്നത് എന്താണ്? ദൈവം നമ്മൾക്ക് ചെയ്ത കാര്യങ്ങൾ ഇതിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഇരുളിൻ മഹാനിദ്രയിൽ നിന്ന് ഉണർത്തി നീ. ദൈവത്തെക്കുറിച്ച് ഞാൻ പ്രണയത്തെക്കുറിച്ചല്ല, ആത്മീയതയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം നമുക്ക് ചെയ്ത, യേശുക്രിസ്തു നമുക്ക് ചെയ്ത, ഇരുളിന്റെ മഹാനിദ്രയിലായിരുന്ന നമ്മളെ, മരണത്തിൽ അകപ്പെട്ട് കിടന്ന നമ്മളെ ഉണർത്തി നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിന് ആകാശവും നീ തന്നു. നിന്ന ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു. കർത്താവിന്റെ ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഭാഗം വിട്ടു. അതില് താഴോട്ട് വരുമ്പോൾ നമ്മളുടെ ബന്ധത്തെക്കുറിച്ച് പറയുന്ന കളർ ചെയ്തേക്കുന്ന ഭാഗം, നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു, നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു. ആ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴത്തിൽ നമ്മളുടെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് അടുത്ത സ്റ്റാൻസയിലുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏത് സ്വർഗം വിളിച്ചാൽ. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ കർത്താവിൽ നിന്ന്, ഈ ദൈവത്തിൽ നിന്ന്, നമ്മൾക്ക് രക്ഷ നൽകിയ, നമുക്ക് പ്രതിഫലം നൽകാൻ തയ്യാറായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏത് സ്വർഗം വിളിച്ചാൽ. അപ്പൊ നമ്മൾ ഈ പ്രതിഫലം നോക്കി ദൈവത്തെ മറക്കാനായിട്ട് പാടില്ല. ദൈവത്തിൽ പ്രതിഫലമല്ല നമുക്ക് വേണ്ടത്. ആത്യന്തികമായിട്ട് നമുക്ക് ദൈവമാണ് നമുക്കുള്ളത്. എന്നാൽ ആ ദൈവം പ്രതിഫലം നൽകുന്ന ദൈവമായതുകൊണ്ടും, ദൈവം നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചതുകൊണ്ട്, നമ്മളെ ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മുഖം നോക്കി ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്, അല്ലേ? ആദാമിനെ ഉണ്ടാക്കി പാപമില്ലാത്ത അവസ്ഥയിൽ പോലും അവന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അർത്ഥത്തിൽ നോക്കുമ്പോൾ പ്രതിഫലങ്ങൾക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പ്രതിഫലങ്ങളിലൂടെയും ദൈവം ചെയ്യാനായിട്ട് തരുന്നത്. ഈ ലോകത്തിന്റെ ഭരണമൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പോ ആ ദൈവത്തെ ഓർത്തുകൊണ്ട് അതിൽ അവസാനം എഴുതിയിരിക്കുന്ന വാക്ക്, ഉരുകി നിന്റെ ആത്മാവിൻ ആഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം. അപ്പൊ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ക്രിസ്തീയ പ്രതിഫലങ്ങളും ക്രിസ്തീയ മോക്ഷവും അങ്ങനെ അല്ലല്ലോ. നമ്മുടെ ഐഡന്റിറ്റി പോകുന്നില്ല. നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കും, യേശുക്രിസ്തു വരും, ബന്ധത്തിലായിരിക്കുമെങ്കിലും എന്നുള്ള നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നില്ല. അപ്പോ അതുകൊണ്ടാണ് ഈ പ്രതിഫലത്തിന് പ്രസക്തി ഉള്ളത്. ഈ പ്രതിഫലം സ്വീകരിക്കാൻ നമ്മളുമുണ്ട്, തരാൻ ദാതാവായ ദൈവവുമുണ്ട്, കർത്താവായ യേശുക്രിസ്തു കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്. പ്രതിഫലങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്നാണ് നമ്മൾ പല വാക്യങ്ങളിലും കാണുന്നത്. വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തന്നെ ഒരു സ്വഭാവം. ദൈവത്തിന് കൊടുക്കാതിരിക്കാൻ കഴിയുകയില്ല. തന്റെ ഓവർഫ്ലോയിങ് ഈസ് ഗുഡ്നെസ്. തന്റെ നന്മയുടെ അങ്ങ് ഒഴുകുകയാണ് തന്നിൽ നിന്ന്. അതുകൊണ്ടാണ് താൻ പ്രതിഫലങ്ങൾ നൽകുന്നത്. എന്ന് മാത്രമല്ല, തന്റെ സ്വഭാവത്തിലെ തന്റെ നീതി ബോധമാണ് ദൈവത്തെ പ്രതിഫലങ്ങൾ നൽകുവാനായിട്ട് പ്രചോദിപ്പിക്കുന്നത്. ദൈവം നമ്മളുടെ പ്രവൃത്തിയും നമ്മുടെ വിശ്വസ്തയും ഒക്കെ നോക്കിയാണ് പ്രതിഫലം നൽകുന്നത്. എവിടെ വെച്ച് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ പ്രതിഫലങ്ങളുടെ വാക്കിൽ നിന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് സ്വർഗത്തിൽ മരിച്ചു പോയി കിട്ടും എന്നല്ല നമ്മൾ കാണുന്നത്. അവിടെ കാണുന്നത് യേശുക്രിസ്തു തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ നമ്മുടെ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ പുനർജനനത്തിൽ ഒക്കെയാണ് പ്രതിഫലങ്ങൾ ലഭിക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. അതാണ് എപ്പോഴാണ് എവിടെ വെച്ചാണെന്നുള്ളതിന്റെ ഉത്തരം. എന്ത് തരം പ്രതിഫലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഭൗതികവും ആത്മീയവും ഒന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഉയർപ്പ് സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഭൗതികവും ആത്മീയവും ചേർന്ന വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് തലത്തിലും നമുക്ക് പ്രതിഫലങ്ങൾ ഉണ്ട്. വരുവാനുള്ള ദൈവരാജ്യം നമ്മൾ അവകാശമാക്കുന്നത് ഒരു പ്രതിഫലമായിട്ടുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ മഹത്വവും മാനവും തേജസ്സും പുകഴ്ചയും ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അതേസമയം ദൈവരാജ്യത്തിൽ ചില സ്ഥാനങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ചില ലോകത്തിന്റെ ഭരണം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പല പ്രതിഫലങ്ങളും നമ്മൾ കാണുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞ പോലെ ഈ പ്രതിഫലങ്ങളൊക്കെ കണ്ടിട്ട് കർത്താവിനെ മറന്നു പോകാതെ, ഏത് സ്വർഗം വിളിച്ചാലും എനിക്ക് നിന്റെ ഹൃദയത്തിൽ നിന്ന് അടരുവാൻ വയ്യ എന്ന് പറയാനുള്ള ഒരു മാനസിക നില നമുക്ക് ദൈവം തരട്ടെ. ആ ഒരു ബന്ധം നമുക്ക്, ആ ഒരു ആത്മബന്ധം ദൈവം നമുക്ക് തരട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നല്ല ക്ലാസ് ആയിരുന്നു. പ്രിയ പ്രമോദ് സാർ ഇത് കൺക്ലൂഡ് ചെയ്തല്ലോ.